യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. വലിയ തീഷ്ണതയോടുകൂടിയും വലിയ ആത്മദാഹത്തോടുകൂടിയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരഭിഷേകം പ്രാപിക്കാനുള്ള ദാഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ഞായറാഴ്ച പന്തക്കുസ്ത തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി, ഒരു പുതിയ ചൈതന്യം കൊണ്ട് നിറയാൻ വേണ്ടി, ഉന്നതമായ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എരിയുന്ന ഒരു തീഷ്ണത ഉണ്ടാവണം. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. യേശു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് ആത്മാവിനാലും അഗ്നിയാലും നമ്മളെ അഭിഷേകം ചെയ്ത് ബലപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സെഖിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന അപ്പസ്തോല സമൂഹത്തിൻ്റെ മേൽ അഗ്നിനാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതേ ആത്മാവിനെ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആരുടെ ഉള്ളിൽ ദാഹമുണ്ടോ, ആര് ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നുവോ, ആര് പരിശുദ്ധാത്മാവിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവോ, അവർക്കാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ലഭിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ജഫ്ത എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനായിരുന്നു ജഫ്ത. ഈ ജഫ്തയുടെ പിതാവ് ഗിലെയാദിന് ഒരു വേശ്യയിൽ ജനിച്ച മകനായിരുന്നു ജഫ്ത. വളർന്നു വന്ന നാൾ മുതൽ തന്നെ ജഫ്ത ഒത്തിരിയേറെ മാനസികമായിട്ടുള്ള വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ ജഫ്ത കടന്നുപോയി. വേശ്യയുടെ പുത്രൻ എന്ന വിളിപ്പേര് ഒരുപക്ഷെ ജഫ്തയുടെ മേൽ വീണിട്ടുണ്ട്.
ജഫ്ത വിവാഹം കഴിച്ചു. ജഫ്തായ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. ആ നാട്ടില് നിൽക്കുവാനുള്ള, ജീവിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതായപ്പോൾ ജഫ്ത ആ നാട് വിടുകയാണ്. മറ്റൊരു നാട്ടിലേക്ക് പോയി. അവിടെ ചെയ്ത ജോലി മോഷണമായിരുന്നു. മോഷണം നടത്തുന്ന ഒരുപറ്റം ആളുകളോട് ചേർന്ന് ജഫ്ത ഒരു മോഷ്ടാവായിട്ട് തീരുകയാണ്. അങ്ങനെ ജീവിച്ചു വന്ന വഴികളിലൂടെ, വേദനകളിലൂടെയൊക്കെ കടന്നുപോയ ജഫ്ത എന്ന മനുഷ്യൻ ഒരു മോഷ്ടാവായിട്ട് മാറി. അങ്ങനെ ജഫ്ത ആയിത്തീർന്നുവെങ്കിൽ അത് ജഫ്തായുടെ ജീവിത സാഹചര്യങ്ങൾ ജഫ്തായെ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തതാ. അങ്ങനെ ജഫ്ത അങ്ങനെ ഒരു വ്യക്തിയായിട്ട് മാറി. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാവുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:2 പറയുന്നു, നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും, ഞാൻ നിനക്ക് ചുറ്റും പാളയമടിക്കും. നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിൽ തീ കൊളുത്തിക്കഴിഞ്ഞാൽ ആ തീ അണയാതെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും. ബലിപീഠത്തിൽ അണയാത്ത തീ കത്തുന്നത് പോലെയായിരിക്കും നീ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ആവസിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുവാൻ തുടങ്ങിയാൽ, ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഒരു തീനാളമാക്കി മാറ്റാൻ തുടങ്ങുകയാണ്. ആ തീനാളത്തേൽ കത്തിത്തുടങ്ങുന്ന വ്യക്തി ഒരു തീപ്പന്തമായിട്ട് മാറും. ആത്മാവിൻ്റെ അഗ്നി കത്തുന്ന മനുഷ്യനായിട്ട് മാറുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48:1 പറയുന്നു, അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ വന്നു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ അഗ്നി പോലെ വന്നു. ഏലിയായുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ തീ, ദൈവം തിരഞ്ഞെടുത്ത ആ പ്രവാചകന്റെ ഉള്ളിൽ കത്തിജ്വലിച്ച ദൈവാത്മാവിൻ്റെ ആ അഭിഷേകം, പ്രവാചകന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കിലും അഗ്നിയുടെ സ്പർശനമുണ്ടായിരുന്നു. ആ വാക്കുകൾ കടന്നു പോകുമ്പോൾ അത് അഗ്നിയായിട്ട് മാറുന്ന അനുഭവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ നിറഞ്ഞ പ്രവാചകനായ ഏലിയ, ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ മേൽ അതിശക്തമായ ആത്മാവിൻ്റെ അഭിഷേകം പകർന്നു കൊടുത്തിട്ടുണ്ട്. കത്തുന്ന തീപ്പന്തങ്ങളാക്കി അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. സെഖിയോൻ മാളികയിലും അതുതന്നെയാണ് സംഭവിച്ചത്. വിദ്യാവിഹീനരായ അപ്പസ്തോല സമൂഹത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ തീ ഇറങ്ങിയപ്പോൾ അവര് അഗ്നി നിറഞ്ഞ മനുഷ്യരായി, തീപ്പന്തങ്ങളായിട്ട് മാറി. അവർ അസാധാരണമായ അഭിഷേകത്തിൻ്റെ ഉടമകളായിട്ട് മാറി. ഒരു സാധാരണ മനുഷ്യൻ അസാധാരണ മനുഷ്യനായിട്ട് മാറുന്നത് ആത്മാവിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ. ഏതൊരു സാധാരണ മനുഷ്യരെയും അസാധാരണ മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. ഏതൊരു സാധാരണ മനുഷ്യനെയും, എത്ര മോശമായ ജീവിത വഴികളിലൂടെ കടന്നുപോയ വ്യക്തിയെയും ദൈവത്തിൻ്റെ ആത്മാവിന് അഗ്നിയുടെ മനുഷ്യനാക്കി തീപ്പന്തമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഇത് അപ്പസ്തോലന്മാരിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ജഫ്ത എന്ന മനുഷ്യനിൽ ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വസിക്കുന്നത് നമ്മൾ കാണുന്നത്. ജഫ്ത അങ്ങനെ കൊള്ളയൊക്കെ ചെയ്ത് മോഷ്ടാവായിട്ട് പിടിച്ചു പറയുമൊക്കെ ജീവിക്കുന്ന ആ കാലഘട്ടം, മൊവാബിയർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. മൊവാബിയരുമായി നടന്ന യുദ്ധത്തിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. അവർക്ക് ശക്തമായ ഒരു നേതൃത്വം ഇല്ലായിരുന്നു. എവിടെ ശക്തമായ നേതൃത്വം ഇല്ലാതെ വരുന്നുവോ അവിടെയൊക്കെ ശക്തമായ പരാജയങ്ങളും
തോൽവികളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കാണാറുള്ളതാണ്. ഇസ്രായേൽ അവിടെ വലിയ ഒരു തോൽവിക്ക് അടിമപ്പെട്ടു പോയി. വലിയ ഒരു പരാജയം അവർക്കുണ്ടായി. ആ തോൽവിയിൽ നിന്ന് കരകയറുവാനായിട്ട് അവർ ചിന്തിച്ചപ്പോൾ അവരുടെ മുൻപിൽ നേതൃത്വം കൊടുക്കുവാനായിട്ട് അവർ കണ്ടെത്തിയ വ്യക്തി ജെഫ്ത എന്ന മനുഷ്യനായിരുന്നു. വേശ്യാപുത്രൻ, കള്ളൻ. ഈ ജെഫ്തയാണ് ഇസ്രായേൽ സമൂഹം അവരുടെ നേതൃത്വത്തിലേക്ക് വരുവാനായിട്ട് അവര് തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുന്നു. അതേത് ജീവിത അവസ്ഥയിലുള്ള വ്യക്തിയെയും ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ മാത്രം ഇഷ്ടമാണ്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ വചനം പറയുന്നു, തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. തനിക്കിഷ്ടമുള്ളവരെ അവൻ തിരഞ്ഞെടുക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ആത്മാവിൻ്റെ അഭിഷേകം, വ്യത്യസ്തമായ കൃപകളും വരദാനങ്ങളും ഒക്കെ നൽകി അഭിഷേകം ചെയ്ത് ഉയർത്തുകയാണ്. ഇസ്രായേലിൽ ഏതാനും പേര് ജെഫ്തയെ തേടി ഇറങ്ങുകയാണ്. അവരവസാനം ജെഫ്തയെ കണ്ടുമുട്ടി. ജെഫ്തയുടെ മുൻപിൽ അവർ അവിടെ ആവശ്യം പറയുക, ഇസ്രായേലിനെ നയിക്കുവാനായിട്ട് നീ തിരിച്ചു വരണം. നാളുകൾക്ക് മുമ്പ് ആ നാട്ടിൽ ജീവിക്കാനാവാതെ പരിഹാസമേറ്റുവാങ്ങി, നിന്ദനമേറ്റുവാങ്ങി മടുത്തിട്ട് ആ നാട് വിട്ട വ്യക്തിയാ ജെഫ്ത. ഇന്നിതാ ആ ജെഫ്തയെ തേടി അവിടുത്തെ നേതാക്കന്മാര് എത്തിച്ചേരുകയാണ്. അവർ പറയുകയാണ്, ജെഫ്ത, നീ വന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകണം. ജെഫ്ത എന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാ. പക്ഷെ തൻ്റെ ഇടമുള്ളത് കൊണ്ടാണല്ലോ പിടിച്ചു പറിക്കാനും കൊള്ള നടത്താനും മോഷ്ടിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ജെഫ്ത അല്പസമയം ആലോചിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, യുദ്ധത്തിൽ വിജയിച്ച് ഞാൻ മടങ്ങി വരികയാണെങ്കിൽ എന്നെ നിങ്ങളുടെ നേതാവായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? എന്നെ നിങ്ങളുടെ നേതാവായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? യുദ്ധത്തിലൊരു വിജയം നേടിയാൽ. അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു, യുദ്ധത്തിൽ വിജയം നേടിയാൽ നിന്നെ ഞങ്ങളുടെ നേതാവായിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. ഹല്ലേലൂയ. യുദ്ധത്തിൽ വിജയം നേടുവാൻ ശക്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. തുടർന്ന് ജെഫ്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, ധൈര്യത്തിനു വേണ്ടി ജെഫ്ത പ്രാർത്ഥിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ ജെഫ്തയുടെ മേൽ ഇറങ്ങി വന്നു. ജെഫ്തയുടെ മേൽ ആവസിച്ചു. ജെഫ്തയുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയുക. ജെഫ്ത കരുത്തനായി, ധീരനായി, ആത്മധൈര്യമുള്ള വ്യക്തിയായി മോവാബിയ സൈന്യത്തെ നേരിടുവാനുള്ള ആത്മാവിൻ്റെ കരുത്തുമായിട്ട് ജെഫ്ത അവരോടൊപ്പം ഇസ്രായേൽ നാട്ടിലേക്ക് വരികയാണ്. ജെഫ്ത ദൈവത്തോടൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, യുദ്ധത്തിൽ ഞാൻ വിജയിച്ചു തിരിച്ചു വരുമ്പോൾ പടിപ്പുരവാതിക്കൽ വെച്ച് ആര് എൻ്റെ കഴുത്തിൽ ആദ്യമായിട്ട് മാല അണിയിക്കുന്നുവോ, വിജയത്തിൻ്റെ ആ സന്തോഷത്തിൽ ആരെന്നെ വിജയത്തിൻ്റെ പൂമാല അണിയിക്കുന്നുവോ ആ വ്യക്തിയെ ഞാൻ ദൈവത്തിന് ദഹനബലിയായിട്ട് കൊടുക്കാം. വിശുദ്ധ ബൈബിളിൽ തൻ്റെ മകനെ ദൈവത്തിന് ദഹനബലിയായിട്ട് കൊടുക്കാൻ കൊണ്ടുപോയ അബ്രാഹാം പിതാവിനെ നമുക്കറിയാം. മോറിയാമലയിൽ തൻ്റെ മകനെ കൈകാലുകൾ പിടിച്ചു കെട്ടി വിറകിൻ്റെ മേൽ വെച്ച് കിടത്തിയിരിക്കുന്ന ആ ഒരു നിമിഷം, ദൈവത്തിന് തൻ്റെ മകനെ
ദഹനബലിയായിട്ട് കൊടുക്കാനായിട്ട് കൊല്ലുവാൻ പോവുക. ഒരു പിതാവ് അനുഭവിച്ച മനസ്സിൻ്റെ ആകുലതകളും വ്യാകുലതകളും. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരിക. ഒരു സ്വരം കേട്ടു, കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇസ്ഹാക്ക് ദഹനബലിയായിട്ട് തീരാനായിട്ട് പോകുക. അവിടെ വധിക്കപ്പെടും. ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ദഹനബലി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് വിടുക. ഒരു വ്യക്തിയെ ബലിയായിട്ട് ദൈവത്തിന് കൊടുക്കുകയാണ്. ജെഫ്ത എന്ന മനുഷ്യന്റെ വാക്കും അതുതന്നെയാ, ഒരു നേർച്ച പോലെയാ ദൈവത്തോട് പറഞ്ഞത്. അതിനുശേഷം ജെഫ്ത യുദ്ധക്കളത്തിലേക്ക് പോയി. ഇസ്രായേൽ യോദ്ധാക്കളെ ഒന്നിച്ചു ചേർത്ത് അവരുടെ മുൻപിൽ ധീരതയോടെ മുൻപോട്ട് കുതിക്കുന്ന ജെഫ്തയെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുകയാണ്. ധീരനായ, തൻ്റെടിയായ, ആത്മധൈര്യത്തിന് നിറവുള്ളവനായ ജെഫ്ത യുദ്ധത്തിനു വേണ്ടി പടക്കളത്തിലിറങ്ങുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഓരോരുത്തരും ഇന്ന് യുദ്ധക്കളത്തിലാ. പാപത്തിനെതിരെ, പിശാചിനെതിരെ, ജഡമോഹങ്ങൾക്കെതിരെ, ആസക്തികൾക്കെതിരെ നമ്മളെല്ലാവരും യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ എനിക്കും നിങ്ങൾക്കും ശക്തി നൽകുന്നത്, വിജയം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ യുദ്ധക്കളത്തിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ എനിക്കും നിങ്ങൾക്കും വിജയത്തിലെത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. 2 തിമോത്തി 1:7 ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ സ്നേഹത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ. ശക്തിയുടെ ആത്മാവ് നിറയണം. ദൈവശക്തി നമ്മുടെ ഉള്ളിൽ നിറയണം. ശക്തി കൊണ്ട് നിറഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെയും തിന്മയുടെ ശക്തികളെയൊക്കെ കീഴ്പ്പെടുത്തി ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തിരിച്ചറിയണം, നമ്മൾ പോരാട്ടത്തിലാണ്, ആത്മീയ പോരാട്ടത്തിൽ, ആത്മീയ യുദ്ധക്കളത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, മനസ്സിൻ്റെ തലങ്ങളിലൊക്കെ ഈ യുദ്ധം നടക്കുന്നുണ്ട്. ഇവിടെ എനിക്കും നിങ്ങൾക്കും വിജയം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ഒരു ദൈവ മനുഷ്യന്, ഒരു വിശ്വാസിക്ക് വിജയത്തിലെത്തുവാനായിട്ട് കഴിയില്ല. നിനക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു വിജയം നേടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം വേണം. ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, അഭിഷേകം കൊണ്ട് നീ നിറയണം. ഈ വലിയ ഒരു ആഗ്രഹത്തോടെ ദാഹപൂർവം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മടുപ്പ് കൂടാതെ, മനസ്സു മടുക്കാതെ വലിയ തീഷ്ണതയിൽ പ്രാർത്ഥിക്കണം. ചിലരെങ്കിലും വിചാരിക്കുന്നു, എത്ര കാലമായിട്ട് ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇതുവരെയും ശക്തമായൊരു അഭിഷേകം കിട്ടിയില്ലല്ലോ എന്ന്. അതിന് ദൈവത്തിൻ്റെ സമയമുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുവാൻ കർത്താവിൻ്റെ ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയുള്ള വലിയ ഒരു കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു കാത്തിരിപ്പ്. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഓർത്ത് അനുതപിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. എത്രയോ പേരാണ് ആത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു. എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വെളിപാടുകൾ നമ്മൾ അവഗണിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വ്യക്തമായ ചിന്തകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല.
ദൈവത്തിൻ്റെ ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ആത്മീയ ജീവിതം നയിച്ചു. അതുകൊണ്ടാണ് പിശാച് നമ്മുടെ മേൽ പിടിമുറുക്കിയത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുകയും വേണം. ജെഫ്ത പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് വലിയ ശക്തിയോടെ ജെഫ്തയുടെ മേൽ വന്നു നിറയുകയാണ്. ജെഫ്ത ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു. മോവാബ്യർക്കെതിരെ നടന്ന ആ വലിയ യുദ്ധത്തിൽ ഇസ്രായേൽ മോവാബ്യരെ പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞു. ആ വിജാതീയ സമൂഹത്തെ അവർ തോൽപ്പിച്ച് പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി. അവിടെ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം അഭിഷേകം ചെയ്ത ജെഫ്ത എന്ന മനുഷ്യനെയാ മുൻപിൽ നിർത്തിയത്. ദൈവം ഏതൊരു കാലഘട്ടത്തിലും ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു, അവരുടെ മേൽ അഭിഷേകം പകരുന്നു. അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ദൈവം യുദ്ധം നയിക്കുന്നത്. ആത്മീയ യുദ്ധക്കളത്തിൽ, ആത്മീയ പോരാട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെയാ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വലിയ പോരാട്ടത്തിൽ വിജയം വരിച്ച ജെഫ്ത ശത്രുവിനെ പൂർണ്ണമായിട്ട് തുരത്തി. വിജയം വരിച്ച ജെഫ്തായെ തോളിലേറ്റിക്കൊണ്ട് സൈന്യം മടങ്ങി വരിക. ഇസ്രായേൽക്കാർ ആഹ്ലാദിച്ച് ആനന്ദിച്ച് മടങ്ങി വരികയാണ്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ആ വിജയമെന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു വിജയമായിരുന്നു. അനേക തവണ അവര് ശത്രുക്കളുടെ മുൻപിൽ തോറ്റുപോയി. അവർക്ക് ശക്തമായ ഒരു നേതൃത്വമില്ലായിരുന്നു. ആ വലിയ ഒരു തോൽവി, വലിയ ഒരു പരാജയം, അതിനെയെല്ലാം ഇതാ അതിജീവിച്ചുകൊണ്ട് വലിയ ഒരു യുദ്ധവിജയം നേടിയിരിക്കുക ഇസ്രായേൽ. അതിൻ്റെ മുൻപിൽ നിന്നത് ജെഫ്ത എന്ന മനുഷ്യൻ. ജെഫ്തയുടെ കഴിഞ്ഞ കാലം നമ്മൾ കേട്ടു. നമ്മൾ തിരിച്ചറിയണം, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിക്കൊണ്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ജീവിതം കർത്താവിന് സമർപ്പിക്കുവാൻ, കർത്താവിന് മുമ്പിൽ വിശ്വസ്തനായിരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമോ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ആത്മാവിറങ്ങി വന്ന് സാവൂളിനെ പൗലോസാക്കി മാറ്റിയില്ലേ? സാവൂളിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി, ക്രിസ്ത്യാനികളെ മുച്ചൂട് നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച സാവൂൾ സ്തെഫാനോസിന്റെ കൊലപാതകത്തിന് മുൻപിലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ പേരുടെ കൊലപാതകത്തിന്റെ രക്തം, അതിനൊക്കെ സാക്ഷിയായിരുന്നു സാവൂൾ. ഈ സാവൂളിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ സാവൂൾ പൗലോസായിട്ട് മാറി. ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാലം നോക്കിക്കൊണ്ടല്ല കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ അന്ത്യം വരെ ആ വ്യക്തിയെ കൊണ്ട് ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, ആ വ്യക്തി എത്രമാത്രം വിശ്വസ്തനായിരിക്കും, എത്രമാത്രം ദൈവത്തിനു വേണ്ടി സഹിക്കുന്നവനായിരിക്കും, എത്രമാത്രം ജീവിതം ബലിയായിട്ട് കൊടുക്കുന്നവനായിരിക്കും, അത് ദൈവത്തിനറിയാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി എത്രമാത്രം ദൈവത്തിനു വേണ്ടി ജീവിതം കൊടുക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ദൈവം മറന്നു കളയുക, ദൈവം മായ്ച്ചു കളയുക. അഭിഷേകം കൊണ്ട് നിറച്ച് തൻ്റെ കരത്തിൻ്റെ തണലിൽ, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കർത്താവ് അവരെ നയിക്കുകയാണ്. ജെഫ്താരിത നമ്മൾ കാണുന്നത്. സാവൂൾ പൗലോസായി മാറി. പൗലോസിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. യുദ്ധത്തിൽ വിജയശ്രീ
ലാളിതനായിട്ട് മടങ്ങി വരുന്ന ജെഫ്ത പടിപ്പുരയിൽ വരുമ്പോൾ ഇതാ കാണുന്നത് തൻ്റെ ഒരേ ഒരു മകൾ പൂമാലയുമായിട്ട് ഓടി വരിക. അവൾ വന്ന് അപ്പൻ്റെ കഴുത്തിലേക്ക് മാലയിടുകയാണ്. ജെഫ്ത വാവിട്ട് കരയുക. എൻ്റെ മകളെ എന്ന് വിളിച്ച് ജെഫ്ത നിലവിളിക്കുകയാ. കാരണം ഒരു നേർച്ചയുണ്ട് ദൈവത്തോട്. തൻ്റെ മകളെ എന്നല്ല, ആര് ആദ്യമായിട്ട് മാറിയിട്ട് സ്വീകരിക്കുന്നുവോ ആ വ്യക്തിയെ ദഹനബലിയായിട്ട് കൊടുക്കാമെന്ന്. ജെഫ്തയുടെ നെഞ്ചു തകർന്നു പോയി. ചങ്കിൻ്റെ ഉള്ളിൽ പിടയുന്ന അതികഠിനമായൊരു വേദന. കാരണം തൻ്റെ മകളെ ദഹനബലിയായിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. ആര് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർ ജീവിതത്തിൽ ബലിയായി തീരേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും ബലിയായിത്തീരുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ജീവിതത്തിൽ പലതും നഷ്ടമാക്കേണ്ടി വരും. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അതിന് ശരിക്കും നമ്മൾ വില കൊടുക്കണം. ഏറ്റവും വിലയുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനും ആത്മാവിൻ്റെ അഭിഷേകത്തിനുമാണ്. ഈ അഭിഷേകത്തെ സ്വന്തമാക്കണമെങ്കിൽ, പ്രാപിക്കണമെങ്കിൽ നമ്മൾ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും. ഇവിടെ ജെഫ്ത വലിയ വില കൊടുത്തു. ജെഫ്ത തൻ്റെ മകളെ ദഹനബലിയായിട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഒരു പിതാവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സങ്കടം. ജെഫ്ത അനുഭവിച്ച ആ കഠിനമായ ഹൃദയവേദന, തൻ്റെ മകളെ ദഹനബലിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നൊരു അപ്പൻ്റെ വേദന. പ്രിയപ്പെട്ടവരെ, വേദനിക്കാതെ, മുറിവേൽക്കാതെ, പൂർണ്ണമായിട്ട് ക്രിസ്തുവിന് നമ്മളെ തന്നെ സമർപ്പിക്കാതെ, അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക സാധ്യമല്ല. ശൗൽ അഭിഷേകം പ്രാപിച്ചു, പൗലോസായിട്ട് മാറി. ഈ പൗലോസ് ചെയ്ത സുവിശേഷ വേല അവസാനം പൗലോസിനെ കഴുത്തുവെട്ടിയാകുന്നത് രക്തസാക്ഷിയായിട്ട് തീർന്നു. അപ്പോൾ ഒരു വ്യക്തി അഭിഷേകം പ്രാപിക്കുന്ന നിമിഷം അതിൻ്റെ കഴിഞ്ഞ കാലം അത് ദൈവം വിസ്മരിക്കുന്ന കാലം തന്നെയാണ്. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അന്ത്യം വരെ ആ വ്യക്തി ചെയ്യുന്ന ആ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ആത്മാവിൽ നിറഞ്ഞു ചെയ്യുന്ന ആ ദൈവവേലയ്ക്കാണ് പ്രാധാന്യം. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഒരു പൂർണ്ണ സമർപ്പണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ജീവിതം ബലിയായിട്ട് കൊടുത്തുവെങ്കിൽ മാത്രമേ, സഹനത്തിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ, വേദനകളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. ആത്മാവിൻ്റെ അഭിഷേകം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്തോലന്മാർ 120 പേരും പെന്തക്കോസ്താ ദിനം ആത്മാവിൻ്റെ തീ കൊണ്ട് നിറഞ്ഞു. കൊടുങ്കാറ്റിൻ്റെ വലിയൊരു ആരവവും അവിടെ മേൽ ആത്മാവ് തീയായിട്ടിറങ്ങി വരികയാണ്. ഒരു അഭിഷേകം പ്രാപിച്ചു, അഗ്നിയിൽ സ്നാനമേറ്റുവാങ്ങി. സാധാരണ മനുഷ്യർ അസാധാരണ ദൈവാത്മാ അഭിഷേകം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുക. അങ്ങനെ അവർ ഓരോരുത്തരും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറി. അഭിഷേകം പ്രാപിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാം. എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ തീയിറങ്ങട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതു ചൈതന്യം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തായിൽ ഇറങ്ങിയ അതേ കൊടുങ്കാറ്റ്, അതേ ആത്മാവിൻ്റെ തീ, അതേ അഭിഷേകത്തിൻ്റെ പകർച്ച നമ്മിൽ സംഭവിക്കട്ടെ. എല്ലാവരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.